ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പറ്റുന്ന പറഞ്ഞാൽ യൂബർ ബാംഗ്ലൂരിൽ ഓടാൻ വേണ്ടിയിട്ട് ഈ 500 രൂപക്ക് 12 മണിക്കൂറിലേക്ക് റെന്റ് തരുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് മുതലാവോ, ഇല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടണ അങ്ങനെയുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വണ്ടി എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാനാണ്. കാരണം ഇങ്ങനെ ഒരുപാട് പേര് അവിടെ പോയിട്ട് എനിക്ക് ഇങ്ങനെ നമ്മൾ ഇതിൽ വീഡിയോസൊക്കെ ഇടുന്നോണ്ടിട്ട് നമ്മൾക്ക് കുറേ പേര് ഇങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അവർക്ക് അവിടെ ചെന്നിട്ട് ഭയങ്കര നഷ്ടമാർന്ന് ഇതാണ് 1000 രൂപ ഡെയിലി മേടിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കിനി പോയി പറ്റിക്കപ്പെടാണ്ടിരിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്ലാൻ കുറഞ്ഞിട്ട് റെന്റ് എടുത്ത് വണ്ടി ഓടാനും വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമല്ലോ ഓർത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറയണതൊക്കെ എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരു 3-4 വർഷമായിട്ട് ഇപ്പോൾ ഊബറിൽ തന്നെ കൊച്ചിയിലും ബാംഗ്ലൂരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിൽ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 12 മണിക്കൂറിലേക്ക് ഈ 500 രൂപ എടുത്തിട്ട് എടുക്കുന്നതിനെ പറ്റി എനിക്കൊരു താല്പര്യമില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ പോയിട്ട് 12 മണിക്കൂറിലേക്ക് ഓടിയിട്ടുണ്ട്. അതേപോലെ ഡബിൾ ഡ്രൈവർ ഈ PME എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് എടുത്ത് ഓടിയിട്ടുണ്ട്. പിന്നെ ഈ ക്യാരം എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് 24 എടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ 24 ഹവറിലേക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വണ്ടി എടുത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഈ 12 മണിക്കൂറിലേക്ക് 500 രൂപ എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ നിന്ന് കുറേ മലയാളികൾ തന്നെ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാരം എന്ന് പറഞ്ഞ കമ്പനി, അല്ലെങ്കിൽ PMV എന്ന് പറഞ്ഞ കമ്പനി, അങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് നമുക്ക് വെൻഡറായിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഞാൻ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് വെൻഡറായിട്ട് വണ്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് അവിടെ ഒരു 30,000-40,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3-4 വണ്ടി കിട്ടും. അപ്പോൾ അതെനിക്ക് വെച്ചിട്ട് എത്ര ഡ്രൈവേഴ്സിന് വെച്ചിട്ട് വേണമെങ്കിലും പുറത്ത് ഓടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിൽ അവർക്ക് ലാഭമാണ്. പിന്നെ നമ്മൾ ഇതിൽ പോയി പെടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നാമതേ ബാംഗ്ലൂർ ആരെയും പരിചയം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ കൂടുതലും ഇതിൽ പോയി ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പിന്നെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവർ ചിലപ്പോൾ റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് 24 ഹവറിലേക്ക് വണ്ടി എടുക്കാൻ നേരത്ത് നമുക്ക് റൂമൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. റൂമൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ എവിടെയെന്ന് വെച്ചാൽ നോക്കേണ്ടി വരും. നമുക്ക് 24 വണ്ടി ഒന്ന് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ മാത്രം വണ്ടി തിരിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പക്ഷേ ഇതിലെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ നമുക്ക് റൂം തരാമെന്ന് പറയും. അതേപോലെ തന്നെ 400 രൂപ റെൻറ്റും റൂം 100 രൂപ എന്ന് പറയും. അപ്പോൾ 500 രൂപ റൂമിന് ഒരു മാസം 3000 രൂപ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ അത് നല്ല രീതിക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഇങ്ങനെ ഡെപ്പോസിറ്റ് ഇല്ലാത്തവർക്ക് അതൊരു ഹെൽപ്പായിട്ട് ചിലർ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതിൽ ചെയ്യണ കുറേ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ ഇപ്പോൾ പുതിയതായിട്ട് ഊബറിൽ വന്നേക്കണത് ഈ പ്ലാറ്റ്ഫോം ഫീ വന്നിട്ടുണ്ട് ഈ ഫ്ലീറ്റിൽ. അപ്പോൾ അതിൽ 500 രൂപ 50 രൂപ ആ ഒരു റേഞ്ചിലാണ് പ്ലാറ്റ്ഫോം ഫീ തന്നെ. 500 രൂപക്ക് 50 രൂപ എന്ന് പറഞ്ഞാൽ 1000 രൂപക്ക് 100 രൂപ. 1000 രൂപക്ക് 100 രൂപ എന്ന് പറയാൻ നേരത്ത് അതിൽ GST കൂടി വരാൻ നേരത്ത് ഒരു 150 രൂപ ആ ഒരു റേഞ്ച്, 500 രൂപക്ക് 70 രൂപ ആ ഒരു റേഞ്ചിലാണ് വന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഓടണതിൽ നിന്ന് ഊബർ കട്ടാക്കുന്ന പൈസയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്ലീറ്റ് നടത്തണ അവർ ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഈ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് നമ്മുടെ ഏണിങ്സിൽ നിന്ന് അത് കട്ടാക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇവർ ഈ ഫ്ലീറ്റ് നടത്തുന്നവർ ആ പൈസയും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കണേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അത് അങ്ങനെ മേടിക്കാമോ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോണ പൈസയല്ലേ. കാരണം അവർക്ക് അറിയാത്തവരാണ് കൂടുതൽ ഇതിൽ പോയിട്ട് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത്. ഞാൻ പറയും, നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വണ്ടി എടുത്തിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് മേടിക്കാണ്ട് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അത് പ്രൊമോട്ട് ചെയ്യാനില്ല. കാരണം ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും ഇതേപോലെ 500 രൂപക്കൊക്കെ പോയി 500 രൂപ പ്ലാനൊക്കെ എടുത്ത് ഓടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഡബിൾ ഡ്രൈവറാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് ഓർത്തിട്ട് നമ്മൾ ഡബിൾ ഡ്രൈവറിൽ ഓടുവായിരുന്നു. ഡബിൾ ഡ്രൈവർ ഓടാൻ നേരത്തുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് 12 വയസ്സിലേക്ക് മതിയെന്നാണെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടിയിട്ട് 24 വണ്ടി എടുത്തിട്ട് 12 അവർ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും കൂടി ഓടാൻ പറ്റും. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ 24 വണ്ടി എടുക്കണം. 24 വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേറെ ആരെയും നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഉച്ചക്കൊക്കെ കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ട് വർക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഈ 12 മണിക്കൂറിൽ ഇതിൽ വേറൊരു ട്വിസ്റ്റ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവർ 10
ട്രിപ്പായിരിക്കും ഒരു ടാർഗറ്റ് തന്നെ. അത് നമുക്ക് ഫ്ലീറ്റുകാരൊന്നും തന്നെ ടാർഗറ്റ് ആയിരിക്കില്ല. ഞാൻ പറയുന്ന ഫ്ലീറ്റിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ 12 മണിക്കൂറിലേക്ക് പുറത്ത് റെന്റ് കൊടുക്കണവരുടെ കാര്യമാണ് കേട്ടോ. അല്ലാണ്ട് സ്വന്തം വണ്ടികൾ ഇങ്ങനെ 500 രൂപക്ക് റെന്റ് കൊടുക്കുന്നവരുണ്ട് 12 ഹവറിലേക്ക്. അതിൽ പിന്നെയും കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം അതിൽ നമുക്ക് വേറെ ആപ്പുകളും എല്ലാം ഡയറക്റ്റ് ആഡ് ചെയ്ത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അതിൽ. അല്ലാണ്ട് ഈ ഫ്ലീറ്റിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഒരുപാട് മലയാളികൾ മിക്കവരും തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലീറ്റിൽ നിന്ന് ഇപ്പോൾ ഫ്ലീറ്റിൽ നമുക്ക് വെണ്ടർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ നമുക്ക് ഒരു 10 വണ്ടിയൊക്കെ വേണമെങ്കിൽ എടുക്കാം. 10 വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിസ്സാര റെൻറ്റേ വരുള്ളൂ. അവിടെ നമുക്കൊരു ചെറിയ റെൻറ്റൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇതേണ്ട 10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 120 ട്രിപ്പിന് 229 രൂപയാണ് 120 ട്രിപ്പ് എടുത്താൽ വരുന്നത് 10 വണ്ടി. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് 2 പേര് ഡബിൾ ഡ്രൈവറായിട്ടാണ് ഓടിക്കണമെങ്കിൽ നമുക്ക് 2 പേര് നമ്മുടെ വണ്ടിയിൽ ഓടിക്കാനുണ്ടാവും 12 മണിക്കൂറിലേക്ക് നമുക്ക് വരാൻ. അപ്പോൾ 2 പേരും കൂടി 120 എടുക്കാൻ നേരത്ത് ഇവർക്ക് 229 രൂപ നമുക്ക് റെന്റ് വരുന്നുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 105 ട്രിപ്പ് കംപ്ലീറ്റ് ആണെങ്കിൽ ഇവർക്ക് ഒരു വണ്ടിക്ക് 350 രൂപയാണ് റെന്റ് വരുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 500 രൂപ 2 പേരും കൂടി 2 ഡ്രൈവർമാരെ വെച്ച് ഇവർ ഓടിപ്പിച്ചിട്ട് 1000 രൂപ നമ്മുടെ നിന്ന് കളക്ട് ചെയ്യണമെന്ന് വെച്ചോ. കളക്ട് ചെയ്ത് കഴിയാൻ നേരത്ത് ഇവർക്ക് ഈ റെന്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 രൂപയായിരിക്കും റെന്റ് വരുന്നത്. ഞാൻ ഇവിടെ ഇതിൽ സൈഡിൽ കൊടുത്തേക്കാം അതിൻ്റെ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. 350 രൂപയായിരിക്കും വരുന്നത്. പക്ഷേ സംഭവം ശരിയാ. അവർ ഡെപ്പോസിറ്റ് കൊടുത്ത് വണ്ടി എടുത്തിട്ടേക്കണത് നമുക്ക് ഡെപ്പോസിറ്റ് ഇല്ലാണ്ട് തരുന്നൊക്കെ ഉണ്ടെങ്കിൽ ബെറ്ററാണ്. പിന്നെ ഞാൻ പറയണ എല്ലാവരുടെയും കാര്യമല്ല, ഭയങ്കര മോശമായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇതിൽ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാനും ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കമ്പനികളാണെങ്കിൽ തന്നെ എല്ലാ കമ്പനികളും ഏകദേശം കണക്കാണ്. എന്നാൽ കൂടി ഞാൻ പറയണത് അതിൽ ഏത് ബെറ്റർ എന്നുള്ള കമ്പനിയാണ് നമ്മൾ ചൂസ് ചെയ്യാറ്, നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറ്. നേരത്തെ അറിയാൻ പാടില്ലെങ്കിലും ഇപ്പം അറിയാവുന്ന കമ്പനികൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നാൻ നേരത്തെ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ അടുത്ത ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 12 മണിക്കൂറിലേക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 മണിക്കൂർ ഇപ്പം ഉദാഹരണം ഞാൻ ഇപ്പോൾ 4 മണി തൊട്ട് വെളുപ്പിന് 4 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ എനിക്ക് ഷിഫ്റ്റ് വന്നേക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറയാം നമുക്കൊരു 10 മണിക്കൂറൊക്കെ തികച്ച് വർക്ക് ചെയ്യാൻ പറ്റൂല. കാരണം CNG അടിക്കാൻ നമുക്ക് ടൈം വേണം, ഫുഡ് കഴിക്കാൻ ടൈം വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ഒരു 10 മണിക്കൂറൊക്കെ മാക്സിമം കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് ഓടി ഒരു അത്യാവശ്യം ട്രിപ്പ് എടുത്ത് ഒരു നല്ലൊരു മൈൻഡിൽ നിൽക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളിപ്പോൾ ഓടി ഇപ്പോൾ ട്രിപ്പ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അടുത്തടുത്ത് തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ ഏരിയയിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രിപ്പ് കിട്ടി നമ്മൾ വേറെ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 4 മണിക്ക് നമ്മൾ തിരിച്ചെത്തണമെന്നാണെങ്കിൽ ബാംഗ്ലൂർ ഒന്നാമതേ നല്ല ട്രാഫിക്കാണ്, അതറിയാമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഇവർക്ക് തിരിച്ച് വണ്ടി കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു 3 മണിക്ക് ഇറങ്ങിയാൽ കൂടി ചിലപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ കറക്റ്റ് സമയത്ത് എത്തിയെന്ന് വരില്ല. എന്നാലും കുഴപ്പമുണ്ടാവില്ല, ഒരുവിധം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇതായിരിക്കും. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മൾ വേറെ ഒരു ഉദാഹരണം ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ ഓക്കെ പോട്ടെന്ന് നോക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഈ ട്രിപ്പ് എടുത്ത് നമ്മൾ വേറെ ഏരിയയിലായിട്ടൊക്കെ പോയി കുറച്ച് ലോങ്ങിലാണ് പോയേക്കണമെങ്കിൽ നമുക്ക് വരാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. 1 മണിക്കൂർ ഡിഫറൻസിലൊന്നും നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആലിക്കടിച്ച് വരാൻ നേരത്ത് അപ്പോൾ നമുക്ക് CNG അത്രയും നഷ്ടമല്ല തന്നെ, മനസ്സിലായോ. അപ്പോൾ മാക്സിമം ഒരു 24 തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ പ്ലാൻസ് എടുത്ത് നോക്കാനാണെങ്കിൽ 24 ഹവറിലേക്ക് ഇൻഡിവിജ്വലായിട്ട് വണ്ടി എടുത്തിട്ട് ഏതെങ്കിലും കമ്പനിയിൽ നിന്നല്ല, ഇപ്പോൾ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യണ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കുറച്ച് പേരുടെ അടുത്ത് തിരക്കി, ഇപ്പം ഞാൻ പറയണതും കൂടി നിങ്ങൾ അധികം കാര്യത്തിൽ എടുക്കണ്ട. നിങ്ങൾ ബെറ്ററായിട്ട് ഏത് കമ്പനിയാണ് ഉള്ളതെന്നൊക്കെ തിരക്കി അങ്ങനെയൊക്കെ ഒന്ന് എടുക്കണേന് കുറച്ചും കൂടി ബെറ്റർ. കാരണം എൻ്റെ അറിവിൽ ഇപ്പോൾ 2-3 കമ്പനികൾ എനിക്കറിയാം. അതിൽ ഞാൻ PMVയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യണ ക്യാരം എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അപ്പോൾ ക്യാരമിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരമിലെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പുതിയ വണ്ടികളാണ് അവർ കൊടുക്കുന്നത്. പ്ലാൻസും വലിയ കുഴപ്പമില്ല, ഉള്ളതിൽ വെച്ച് കുറച്ചും കൂടി ബെറ്റർ സർവീസുമാണ്, മനസ്സിലായോ. എല്ലാം കണക്കാണ്, പക്ഷേ ഉള്ളതിൽ വെച്ച് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി, അതാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 12 മണിക്കൂറിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം
ഇപ്പോൾ രാവിലെ ഇപ്പോൾ 4 മണി തൊട്ട് 4 മണി വരെ ഷിഫ്റ്റ് എന്നാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ രാവിലെ ഇറങ്ങി ഒരു വലിയ ട്രിപ്പൊക്കെ കിട്ടണമെങ്കിൽ ആദ്യത്തെ ഒരു വേറൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഇച്ചിരി വലിയ ട്രിപ്പ് ഇപ്പോൾ ഒരു 500 രൂപ അങ്ങനെയുള്ള ട്രിപ്പൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അത്യാവശ്യം വലിയ ട്രിപ്പാണ് നമുക്ക് കിട്ടുന്നതെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 10 ട്രിപ്പ് ചിലപ്പോൾ തികക്കാൻ പറ്റിയില്ലെന്ന് പറയാം 12 മണിക്കൂറിൽ. ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ നമ്മൾ 10 ട്രിപ്പ് തേക്കാൻ പറ്റിയില്ലെങ്കിലും ഇവർ നമ്മുടെ നിന്ന് എമൗണ്ട് കൂടുതൽ മേടിക്കാൻ ചാൻസ് ഉണ്ട്. അത് പലരും പല രീതിയിലാണ് ചെയ്യണം. കാരണം നമ്മൾ സ്വന്തമായിട്ട് അവരവരുടെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണത്. എത്ര രൂപ റെന്റ് മേടിക്കണമെന്ന് തീരുമാനിക്കണതും എല്ലാം. അപ്പോൾ മിനിമം ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 രൂപയാണ് എല്ലാവരും മേടിക്കണത്. പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണം ഞാൻ ഇപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് എടുത്ത് പോയി വേറെ സ്ഥലത്തേക്ക് പോയി. നമുക്കിപ്പോൾ ട്രിപ്പ് കിട്ടണ എങ്ങോട്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓടിച്ചോടിച്ച് നമ്മളിപ്പോൾ ഇപ്പോൾ തിരിച്ച് റൂമിൽ കൊണ്ടുവന്ന് വണ്ടി കൊടുക്കാനുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഒരുപാട് ലോങ്ങിലായിട്ട് ഉള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂർ പോയാലും 1 മണിക്കൂർ ഡിഫറൻസ് വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒരു 2-3 മണിക്കൂർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടാവും അടുത്ത ആൾക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ നമുക്കത് അയാൾക്കും പോയിട്ട് ഈ 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ അതൊന്നും നടക്കൂല. മനസ്സിലായോ? അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓടി ഒരു സ്ഥലത്ത് പോയി നിൽക്കണമെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് ഓടി ബാംഗ്ലൂരിലെ ട്രാഫിക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ട്രാഫിക്കിൽ നമുക്ക് തിരിച്ച് ഈ പറയുന്ന സമയത്ത് എത്താൻ പറ്റിയെന്ന് വരില്ല. പറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 24-ലേക്കാണ് എങ്കിൽ ഇപ്പോൾ വേണമെന്നാണെങ്കിൽ ഈ പറഞ്ഞവർ തന്നെ നമുക്ക് 1000 രൂപയ്ക്ക് വേണ്ടി വരും. അപ്പോൾ 1000 രൂപയ്ക്ക് വണ്ടി വരാൻ നേരത്ത് നമുക്ക് 24-ലേക്ക് എടുക്കാം. പക്ഷേ 1000 രൂപയ്ക്ക് നമ്മൾ വണ്ടി കൊടുത്തിട്ട് 24-ലേക്ക് എടുക്കണതിൽ നല്ലത് നമുക്ക് ഈ കമ്പനികളിൽ നിന്ന് ഈ കുറഞ്ഞ റെന്റിൽ ഇപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ഇപ്പോൾ 11,000 കൊടുക്കാണ്ടെന്നാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് 120 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആകുമെന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 229 രൂപയ്ക്ക് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ വണ്ടി ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണിത്. 90 ദിവസം കഴിയുമ്പോൾ റീഫണ്ടാണ് നമുക്ക് ഈ കൊടുക്കണ പൈസ. അത് കൊടുക്കാനില്ലാത്തവരാണ് ഇങ്ങനെ പോയി എടുക്കേണ്ടി വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാലും മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ നോക്കുക. ഇല്ലെന്നാണെങ്കിൽ ഈ ഫ്ലീറ്റിലല്ലാണ്ട് ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ മലയാളികൾ തന്നെയെങ്കിലും ചിലർ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് റാപ്പിഡോ പോലെ അങ്ങനെ എല്ലാം ഓടാൻ പറ്റണ രീതിയിൽ കൊടുക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ അത് കുറച്ച് കുഴപ്പമില്ല, കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കിപ്പോൾ എല്ലാ ആപ്പിലും വർക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് യൂബർ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ട്രിപ്പ് ഉണ്ട് ഇതിൽ നമ്മൾ ഓൺ ചെയ്തിടുമ്പോൾ തന്നെ ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ട് കുറച്ച് ഷോ കാണാതെ ആ ഒരു 1-2 ആഴ്ചത്തെ ആ ഒരു ചെറിയ ഷോ മാത്രമേ ഉള്ളൂ. പിന്നീട് പഴയ പോലെ തന്നെ ആവും എന്നാണ് വിശ്വാസം. ഇപ്പോൾ ഒരു ചെറിയ മോശമാണ്. എന്നാലും നേരത്തെ കുറച്ചാൾ മുമ്പ് വരെ നല്ല ഓൺ ചെയ്യുമ്പോൾ തന്നെ ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ ഇതാണ്. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വലായിട്ട് എടുക്കാൻ നേരത്ത് ഈ 120 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 229 രൂപയ്ക്ക് റെന്റ് വേണം. 120 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയാനില്ല. കാരണം പക്ഷെ പറ്റില്ലെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് അവിടെ ചെയ്യുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്. എനിക്ക് പരിചയമുള്ളവർ കുറേ പേരുണ്ട് ഈ 120 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നെക്കൊണ്ട് പറ്റാറൊന്നുമില്ല. പോട്ടെ 120 ട്രിപ്പ് കംപ്ലീറ്റ് പറ്റാറില്ലെന്നല്ല, പിന്നെ നമ്മൾ അത് മറ്റേ മനസ്സിലായ ഒരു ഇതായിട്ട് ഒപ്പിക്കണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ വേണം. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ 120 ട്രിപ്പ് ആക്കാൻ വേണ്ടി തന്നെ നിന്ന് കഴിയാൻ നേരത്ത് ചിലപ്പോൾ എമൗണ്ട് കയറില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ എണ്ണം കൂട്ടാൻ നേരത്ത് ചെറിയ ട്രിപ്പ് കിട്ടാൻ നേരത്ത് അതനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് കയറുള്ളൂ. അല്ലെന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വലിയ ട്രിപ്പ് എടുക്കാൻ നേരത്ത് ചിലപ്പോൾ 2 ട്രിപ്പ് 500 രൂപ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 1000 രൂപ കിട്ടി. മനസ്സിലായി? അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഓടി കഴിയുമ്പോഴേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്ത് തരാൻ നേരത്ത് ഇപ്പോൾ 120 ട്രിപ്പ് എടുത്ത് നമുക്ക് തേക്കാൻ പറ്റിയില്ലെന്നാണെങ്കിൽ 105 ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ 350 രൂപ കിട്ടും. നമുക്ക് 350 രൂപ റെൻറ്റ് വരുള്ളൂ. അതായത് 7 ദിവസത്തിൽ തിങ്കൾ മുതൽ ഞായർ വരെ നമ്മൾ 7 ദിവസത്തിൽ ഈ പറഞ്ഞ 105 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ റെൻറ്റ് 350 രൂപ വരുള്ളൂ. അപ്പോഴും നമുക്ക് 24 ഹവറിലേക്ക് വണ്ടി കയ്യിലുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്താൽ മതി. ഒരാളെ നമ്മൾ നോക്കണ്ട. ഇപ്പോൾ ഉച്ചക്ക് കിടന്ന് ഉറങ്ങണമെന്നാണെങ്കിൽ ഉച്ചക്ക് കിടന്ന് ഉറങ്ങാം. രാത്രി ഇപ്പോൾ വെളുപ്പിന് നേരത്തെ എണീറ്റ് ഓടാൻ പോകണമെന്നാണെങ്കിൽ ഓടാൻ പോകാം. രാത്രി ലേറ്റ് ആയിട്ട് വേണമെങ്കിൽ വരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന്. നമ്മൾ കമ്പനിയിൽ ഒരിടത്ത് കൊണ്ട് വണ്ടി ഇടണ്ട. നാട്ടിൽ പോകുമ്പോൾ മാത്രം വണ്ടി കൊണ്ട് ഇട്ടാൽ മതി. അപ്പോൾ അതാണ് കുറച്ച് ബെറ്റർ. അതിൽ പക്ഷേ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് തന്നെയുണ്ട്. ഡെപ്പോസിറ്റ് എമൗണ്ട് നമ്മൾ 90 ദിവസം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ 90 ദിവസം നമുക്ക് അതായത് 3 മാസം മിനിമം വർക്ക് ചെയ്യും എന്നുള്ളവർ മാക്സിമം എടുക്കുക. അല്ലെന്നാണെങ്കിൽ നമ്മൾ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ നിർത്തി പോരുമെന്നാണെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കണേ ബെറ്റർ എന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ആ പൈസ റിട്ടേൺ കിട്ടില്ല. പിന്നെ
പിന്നെ ഇതിലെന്താ അങ്ങനെയാണ് ഈ പ്ലാന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഈ പ്ലാന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം. 120 ട്രിപ്പ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ 11,000 ഡെപ്പോസിറ്റ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ നേരത്ത് 120 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 229 രൂപയ്ക്ക് റെന്റ് വേണം. അതേപോലെ 105 ട്രിപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ 7 ദിവസത്തിൽ 350 രൂപയായിരിക്കും ഒരു ദിവസത്തെ റെന്റ് വേണം. അതുപോലെ തന്നെ 90 ട്രിപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ 475 രൂപയായിരിക്കും ഒരു ദിവസത്തെ റെന്റ് വേണം. നമ്മൾ ഈ 90 ട്രിപ്പ് അല്ലെങ്കിൽ 105 ട്രിപ്പ് ആ ഒരു പ്ലാൻ നമ്മൾ നോക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം നമ്മൾ ചിലപ്പോൾ അത്രേ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ ഓടി കുറച്ചും കൂടി സെറ്റായി വരാൻ നേരത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ട്രിപ്പ് എടുക്കാൻ പറ്റുമായിരിക്കും. 120 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും നമുക്കൊരു 90 ട്രിപ്പ് എടുത്താൽ മതി. അത്യാവശ്യം നല്ല ട്രിപ്പാണെങ്കിൽ 90 ട്രിപ്പ് എടുത്താൽ മതി ഒരാഴ്ചയിൽ, കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയണ പോലെ നമ്മളിപ്പോൾ പഴയ വീഡിയോസിലൊക്കെ ഇടണ പോലെ അടുത്ത ട്രിപ്പ് എടുത്ത് അവിടെ പോയി അങ്ങനെ കാണാൻ നേരത്തെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. എന്നാലും നമുക്കറിയാം, ഈ ഓടുന്നവർക്ക് അറിയാൻ പറ്റും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വൈകിട്ട് 5 മണിയാകുമ്പോൾ ഈ 3000 രൂപ 3500 രൂപ നമ്മുടെ ഏണിങ്സിലാക്കി എടുക്കണേന്ന്. അപ്പോൾ കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മടുക്കും. ഫസ്റ്റത്തെ ഇപ്പോൾ നിങ്ങളിപ്പോൾ വന്നിട്ട് ജോയിൻ ചെയ്ത് ഫസ്റ്റത്തെ ഒരാഴ്ച 2 ആഴ്ച നല്ല മടുപ്പാകാൻ ചാൻസ് ഉണ്ട്. കാരണം വഴി തെറ്റിപ്പോകും, നമ്മൾ വഴിയൊക്കെ മനസ്സിലാക്കി വരണം, അങ്ങനെ ഇങ്ങനെ കുറേ. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഭയങ്കരമായിട്ട് പഠിക്കാനൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയണത്. എന്നാലും എല്ലാവരുടെയും കാര്യമല്ല, നമുക്ക് ചിലർക്ക് അത് ഇങ്ങനെ വഴി തെറ്റിപ്പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് ഇവിടെ കൊച്ചിയിൽ ഞാൻ ഓടിക്കൊണ്ടിരുന്നിട്ടാണ് ഞാൻ ബാംഗ്ലൂർ ഓടിയത്. എന്നിട്ട് കൂടി എനിക്ക് വഴി തെറ്റി പോകാറുണ്ട്. കാരണം എന്നിട്ട് കൂടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ മാപ്പ് നോക്കി ഇവിടെ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കാൻ, ചെറിയ ഇടവഴി എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കാൻ നേരത്തും കൂടി അങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ടും കൂടി നമ്മൾ ഇവിടെ ഇപ്പോൾ ചെന്നിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരുന്നിട്ടും കൂടി വഴി തെറ്റി പോയിട്ടുണ്ട്. അപ്പോൾ അല്ലാത്തവർക്കും ചിലപ്പോൾ പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പറയാനുള്ള ഡബിൾ ഡ്രൈവറിൻ്റെ കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ 12 മണിക്കൂറിലേക്ക് മതിയെന്നാണെങ്കിൽ വണ്ടി, അതിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡ്രൈവറാണ്. നിങ്ങൾക്ക് പറ്റിയ ഒരാൾ, നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ കൂടെ, മറ്റേ പ്ലാൻ്റെ വീഡിയോ ഇത് ഞാൻ കൊടുത്തേക്കാം, ഈ പ്ലാൻ്റെ ഞാൻ ഇപ്പോൾ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ ഡബിൾ ഡ്രൈവർ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയ ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ എനിക്കും ഞാൻ വേറെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടെന്നാണെങ്കിൽ എനിക്കും അവനും കൂടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ പറഞ്ഞ 11,000 കൊടുക്കാണ്ട് കുറച്ചും കൂടി ഡെപ്പോസിറ്റ് കൂടുതൽ വരും. ഒരു 16 രൂപ ആ ഒരു അത്രയും രൂപ ഡെപ്പോസിറ്റ് വരും. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് വന്ന പ്ലാൻസ് അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലെന്നാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വർക്ക് ചെയ്യണവർ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരായിട്ട് നമുക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞ ഡബിൾ ഡ്രൈവർ ആക്കാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ അങ്ങനെയുള്ളവരായിട്ട് നമുക്ക് ഇത് ചെയ്തിട്ട് ഡബിൾ ഡ്രൈവറായിട്ട് എടുക്കാം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു 16 രൂപ മുടക്കിയിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 120 ട്രിപ്പ് നിങ്ങൾ 7 ദിവസത്തിൽ 2 പേരും കൂടി, ഒരാളല്ല, അതാണ് കുറച്ചും കൂടി ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരും കൂടി 120 ട്രിപ്പ് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ 344 രൂപ നിങ്ങൾക്ക് 2 പേർക്കും കൂടി റെന്റ് വരുള്ളൂ. 344 രൂപ എന്ന് പറയുന്ന നേരത്ത് ഒരാൾക്ക് 200 രൂപ പോലും വരുന്നില്ല, മനസ്സിലായോ? അപ്പോൾ 120 നിങ്ങൾ അപ്പോഴും ആക്കിയില്ലെന്നാണെങ്കിൽ 105 ട്രിപ്പാണ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 525 രൂപയാണ് നിങ്ങൾക്ക് 2 പേർക്കും കൂടി റെന്റ് വരുള്ളൂ, മനസ്സിലായോ? അത് ബെറ്റർ ഒരു പ്ലാനാണ്. ഇപ്പോൾ നിങ്ങൾ 2 പേരുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും കൂടി നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുക്കാം. അപ്പോൾ ഈ 12 മണിക്കൂർ ഓടണയിൽ നല്ലത് എനിക്ക് തോന്നണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് കൊടുക്കാനുള്ളതാണെങ്കിൽ കൂടി നമുക്ക് ഒരു ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നാണെങ്കിൽ 2 പേർക്കും കൂടിയിട്ട് ഈ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിസാര എമൗണ്ട് 200 രൂപയൊക്കെ ഇപ്പം 2 പേരും കൂടി എന്തായാലും സിമ്പിളായിട്ട് 120 ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾ ഒരു 10 ട്രിപ്പ് വെച്ചിട്ട് ടാർഗറ്റ് വെച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറ്റും. 10 ട്രിപ്പ് പറ്റിയില്ലെങ്കിൽ കൂടി 120 ആവും. ഒരു 7 ദിവസത്തിൽ 10 ട്രിപ്പ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നേരത്ത് 140 ട്രിപ്പ് ആവും. അത്രയും വെച്ച് എടുത്തില്ലെങ്കിൽ കൂടി നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം കുറവാണോ ഒരു ദിവസം കൂടുതൽ എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ എടുത്ത് ഓടിയാലും ഈ 120 ട്രിപ്പ് ആക്കാൻ പറ്റും. അപ്പോൾ 344 രൂപ ആകെ റെന്റ് വരുള്ളൂ. 344 രൂപ എന്ന് പറയുന്ന നേരത്ത് ഞാൻ പറഞ്ഞ ഒരു 200 രൂപ താഴെ എന്തായാലും ഒരാളുടെ നിന്ന് തന്നെയുള്ളൂ റെന്റ്. പിന്നെ ഞാൻ പറഞ്ഞ നമുക്ക് അതിലും ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ അടുത്ത സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ട് ആൾക്ക് വണ്ടി കൊടുക്കാൻ വന്നം. ഇപ്പോൾ ഫ്രണ്ട് ആണെങ്കിലും ഇപ്പോൾ ഞാനും ഫ്രണ്ടും കൂടി വർക്ക് ചെയ്യണമെങ്കിലും അവനും ഓടാനുള്ളതല്ലേ, അവനും പൈസ ആവശ്യമുള്ളത്. അപ്പോൾ അവനും തുല്യാവകാശമുള്ളത് നമ്മൾ ആ സമയത്ത് പിന്നെ വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിനും എല്ലാത്തിനും തയ്യാറായ ഒരാളാണെങ്കിൽ ഈ പ്ലാനാണ് ഡബിൾ ഡ്രൈവറായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ ഈ കാരം എന്ന് പറഞ്ഞ കമ്പനി കുറച്ചും കൂടി ബെറ്ററാന്ന് പറയാൻ കാര്യം, പറഞ്ഞാന്ന് എനിക്കറിയില്ല, പറഞ്ഞെങ്കിൽ തന്നെ പറയാൻ കാര്യം, ഇപ്പോൾ അവിടെ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ 2025, 2024 വണ്ടികളാണ്. 2025 വണ്ടികളാണ് മിക്കതും അവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ 2024 അതിലും കുറഞ്ഞ വണ്ടികൾ കിട്ടില്ല. പിന്നെ വണ്ടികളിൽ സ്ക്രാച്ച് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക്
പിന്നെന്താ പറയുക, ഈ വെൻഡറിൻ്റെ ഡീറ്റെയിൽസിലാണെങ്കിലും നമുക്ക് വെൻഡറിൻ്റെ അത് പറയാനാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ വണ്ടി തന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അല്ലാണ്ട് നമ്മളിപ്പോൾ പുറത്ത് ഡെപ്പോസിറ്റ് ഇല്ലാണ്ട് പോയി എടുക്കണവരുടെ കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പം മിനിമം 10 വണ്ടി എടുക്കണമെന്നില്ല, നമുക്ക് 3 വണ്ടി എടുത്താൽ മതിയോ. 3 വണ്ടി ഇപ്പോൾ ഞാൻ ഒരു 30,000 രൂപ എടുത്തിട്ട് എനിക്ക് 3 വണ്ടി കിട്ടും. 10,000 രൂപ ആ റേഞ്ചിലായിരിക്കും ഡെപ്പോസിറ്റ് വേണ്ടത്. ഞാൻ 3 വണ്ടി എടുക്കും. 3 വണ്ടി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വണ്ടി എടുത്തിട്ട് ഞാൻ 2 പേർക്ക് റെൻറ്റ് കൊടുക്കും. 2 പേർക്ക് റെൻറ്റ് കൊടുക്കാൻ നേരത്ത് എനിക്ക് റെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ വെച്ചിട്ട് ഞാൻ ഒരു 120 ട്രിപ്പ് 2 പേരെ കൊണ്ടിട്ടും ഓടിപ്പിക്കും മസ്റ്റായിട്ട്. 10 ട്രിപ്പ് നിങ്ങളുടെ അടുത്ത് ടാർഗറ്റ് പറയും. എന്നിട്ട് അങ്ങനെ എടുത്ത് ഓടിച്ച് കഴിയാൻ നേരത്ത് എനിക്ക് അവിടെ വരുന്ന റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡ്രൈവർമാർ നിങ്ങൾ ഓടിക്കഴിയാൻ നേരത്ത് എനിക്ക് വരുന്ന റെൻ്റ് എന്ന് പറയാൻ നേരത്ത് 229 രൂപയായിരിക്കും. 229 രൂപയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ 1000 രൂപ മേടിക്കും. 1000 രൂപ അടിച്ചിട്ട് 300 രൂപ എനിക്ക് പോയാലും ബാക്കി 700 രൂപ നഷ്ടം. 1000 രൂപ അടിക്കില്ല, 400 രൂപക്ക് റെൻറ്റ് കൊടുക്കുന്നവരുണ്ട്. 400 രൂപ കൊടുത്താലും ഇപ്പോൾ 2 പേരുടെ കയ്യിൽ നിന്ന് 800 രൂപ മേടിച്ച് ചെയ്യാൻ നേരത്ത് ബാക്കി 500 രൂപ ലാഭം. അപ്പോൾ മനസ്സിലായോ? 300 രൂപ വരുന്നില്ല, 229 രൂപ വരുന്നുള്ളൂ. ഞാൻ കൂടുതലാക്കി പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 105 ട്രിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 350 രൂപ റെൻറ്റ് വരുള്ളൂ. ഇപ്പോൾ 800 രൂപ എന്ന് പറയുന്നിടത്ത് 500 600 രൂപ ഈ നടത്തുന്നവർക്ക് ലാഭം. അതാണ് അവരുടെ ലാഭം. പിന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കാൻ ഉണ്ടാവില്ല, നമുക്ക് റൂം തപ്പി നടക്കാം. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇൻഡിവിജ്വലായിട്ട് എടുക്കാൻ നേരത്ത്, നമ്മൾ തന്നെ നോക്കി എടുക്കണം. അപ്പോൾ അതൊന്നും പറ്റില്ല, നമുക്ക് റൂമിന് കൊടുക്കാൻ ഡെപ്പോസിറ്റ് ഇല്ല. അങ്ങനെയൊക്കെ വരാൻ നേരത്ത് ഇതിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ നേരത്ത് നല്ലൊരു കുഴപ്പമില്ല. നമുക്കിപ്പോൾ തൽക്കാലത്തേക്കൊക്കെ ഒന്ന് ഓടി ഇപ്പോൾ പൈസ എടുക്കാൻ വേറൊരു വണ്ടി ഡെപ്പോസിറ്റ് സ്വന്തമായിട്ട് മുടക്കി എടുക്കാൻ പറ്റണവരെ വേണമെങ്കിൽ ഒന്ന് ഓടാനായിട്ടൊക്കെ ഓക്കെ. പക്ഷേ ഇതിൽ ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ട്. ചെറിയ പിള്ളേരെയൊക്കെ ഇപ്പോൾ അറിയാൻ പാലാത്ത കുറേ പിള്ളേർ, ചെറിയ പിള്ളേരൊക്കെ തന്നെ കൂടുതൽ നടത്തുന്നവരുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഭയങ്കര, എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് തപ്പി ഇങ്ങനെ എല്ലാം നോക്കി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ 1000 രൂപയൊക്കെ ഡെയിലി റെൻറ്റ് മേടിച്ച്, അതായത് മേടിക്കും 24 കൊടുത്തിട്ട് 1000 രൂപയൊക്കെ മേടിച്ച് കഴിയാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ഓടിയാൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ഞാൻ ഓർക്കണം. 3000 രൂപ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓടി ഒപ്പിക്കാൻ പറ്റിയാൽ ഇതിൽ 800 രൂപ പറ്റിയ 750 രൂപ ആ റേഞ്ച് CNGക്ക് വേണം. പിന്നെ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1500 രൂപ 1000 രൂപയിൽ നമുക്ക് കിട്ടില്ല. പിന്നെ ഫുഡ് PG എല്ലാം കൂടി വരാൻ നേരത്ത് ഒന്നും ഉണ്ടാവാത്ത അവസ്ഥയായിരിക്കും നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ നേരത്ത് ഞാൻ ഇപ്പോൾ ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടെ ബോണസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് എന്നുള്ളൊരു ഇങ്ങനെ പറയും. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം സത്യസന്ധമായിട്ട് ഞാൻ പറയാനാണെങ്കിൽ നമുക്ക് അവിടെ റെഫറൽ ബോണസ് ഉണ്ട്. അതിപ്പോൾ PMV വർക്ക് ചെയ്തതിൻ്റെ വെച്ച സമയത്താണെങ്കിലും നമുക്കിപ്പോൾ ഉദാഹരണം നിങ്ങളിപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് റെഫറൽ ബോണസ് കിട്ടും. അത് എല്ലാ കമ്പനികളും കൊടുക്കുന്നതാണ്. നമ്മ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല പറയണത്. എങ്ങനെയെങ്കിൽ ഇപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടണ്ടെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് പോയി എടുത്തു, നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല കാര്യമല്ല. ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ എൻക്വയറിയൊക്കെ നമ്മൾ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ റെഫറൽ ബോണസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു സാധാരണക്കാരനാണ്. അപ്പം നമുക്ക് കിട്ടണ ഒരു റെഫറൽ ബോണസൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ റെഫറൽ ബോണസിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഇത് ചെയ്യണത്. ഇങ്ങനെ ഒരുപാട് പേര് പോയി പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൽ ബോണസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയി എടുത്താൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവുന്നത്? ഇപ്പോൾ 11,000 ഡെപ്പോസിറ്റ് മേടിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഡയറക്റ്റ് പോയി എടുത്താൽ നിങ്ങളുടെ ഫ്രണ്ട് റെഫർ ചെയ്താലും എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ആയ ഒരു എമൗണ്ട് തന്നെ ആയിരിക്കും വന്നത്. അതിൽ കുറവാ കൂടുതലാ ഒന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഞാൻ ഇത് റെഫറൽ ബോണസിന് വേണ്ടിയിട്ട് മാത്രമല്ല ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഒരുപാട് എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് വന്ന എൻക്വയറീസൊക്കെ ഞാൻ എന്തായിക്കോട്ടെ കൊച്ചിയിലെ കാര്യങ്ങൾ ചോദിച്ച് മെസ്സേജ് ഇടാറുണ്ട്. വേറെ ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ വേറെ സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതൊക്കെ ഒന്നും നമ്മൾ ഈ റെഫറൽ ബോണസ് കണ്ടിട്ടൊന്നും അല്ല ചെയ്യണത്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ നിന്ന് നമ്മളിപ്പോൾ പരിചയമുള്ളവർക്ക് നമുക്ക് ഒരു ബെറ്റർ ആയിട്ട് തോന്നണ കമ്പനി സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് നമുക്കിപ്പോൾ ഈ റെഫറൽ ബോണസ് കിട്ടാൻ നേരത്ത് ഞാനത് സ്വാഭാവികമായിട്ട് ഞാനത് എന്തായാലും എടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ തന്നെ ഇപ്പോൾ ഇവിടെ കാരം എന്നൊക്കെ പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ നേരത്ത് അവിടുത്തെ മാനേജർമാർ അവരായിട്ടൊക്കെ അത്യാവശ്യം നല്ല പരിചയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കാൻ നേരത്ത് നമ്മൾ പറയാറുമുണ്ട്, നമ്മൾ പറഞ്ഞിട്ട് വന്നിട്ട് ഒരാൾക്ക് ഒരു മോശം വണ്ടി എടുത്ത് കിട്ടിയെന്ന് പറയരുത്. അതുപോലെ തന്നെ
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് അവരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് മാക്സിമം എല്ലാവർക്കും നല്ല വണ്ടി തന്നെ, പുതിയ വണ്ടി തന്നെയാണ് എടുത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ പിന്നെ ചിലരോർക്കും നമ്മളിപ്പോൾ റെഫറൽ കൊടുക്കാൻ നേരത്ത് അവരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് മേടിച്ചിട്ടാണ് നമുക്ക് തന്നെ അങ്ങനെയുള്ള സംഭവം. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ എനിക്കിത് അതൊന്നും ഇല്ലെന്നാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ നേരത്ത് നോർമലി ഓർക്കും എല്ലാവരും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യണേന്ന് ഓർക്കും. പക്ഷേ ഞാനും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവനാണ്. അപ്പോൾ എനിക്കറിയാം ഇതിൽ എത്ര കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, മാക്സിമം ഡയറക്റ്റ് ഇൻഡിവിജ്വലായിട്ട് വണ്ടി എടുത്തിട്ട് ഓടുക. നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കണ പൈസ വേറെ ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കണതിൽ നല്ല നമ്മൾ സ്വന്തമായിട്ട് തിന്നണതാണ് ബെറ്റർ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ റെഫറൽ ബോണസിനും ഇതിനും വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ഞാൻ കമൻറ്റ് നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വെണ്ടറായിട്ട് ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയണതിൽ നല്ലത് എനിക്ക് ഒരു 10 വണ്ടിയൊക്കെ എടുത്തിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്, ഇപ്പോഴും വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വിട്ടിട്ട്, ഒരുപാട് പേരല്ല ഒരു 5-6 പേര് കൂടുതൽ എന്തായാലും മെസ്സേജ് വിട്ടിട്ട് എൻ്റെ അടുത്ത് കൊളാബ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വലിയ ആളൊന്നുമല്ല, സംഭവം ശരി. പക്ഷേ ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഇടണോണ്ടിട്ട് നമുക്ക് എൻക്വയറീസ് വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴാണെങ്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഈ 500 രൂപ പ്ലാൻ അടിപൊളിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാനും കാണാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ അറിയില്ല, എനിക്ക് ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ 500 രൂപക്ക് എടുക്കരുതെന്നാണ് എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക്. പിന്നെ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, ഞാൻ പറയണതും കൂടി കേൾക്കാണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു 5-6 പേരുടെ അടുത്ത് അന്വേഷിക്കും ഇതിനെപ്പറ്റി. എന്നിട്ട് ഏത് പ്ലാൻ എടുക്കണേ ബെറ്റർ, എങ്ങനെ എടുക്കണേ ബെറ്റർ, എല്ലാം നിങ്ങൾ ഡയറക്റ്റ് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കുക. അതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. നമ്മൾ പിന്നെ ആരെയും പറ്റിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യണമല്ലോ, ആരും പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത്രയും നല്ലത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വണ്ടി എടുത്തിട്ട് നല്ല രീതിക്ക് സ്വന്തം വണ്ടികൾ, മലയാളികളാണെങ്കിൽ തന്നെ സ്വന്തം വണ്ടികൾ അവിടെ എടുത്തിട്ടിട്ട് ഈ പറഞ്ഞ എല്ലാം നമുക്ക് ഓടാൻ പറ്റിയ രീതിയിൽ ആക്കി ചെയ്ത് ഊബർ അങ്ങനെയുള്ള ഡയറക്റ്റ് നമുക്ക് ഫ്ലീറ്റ് പോലും ഇല്ലാണ്ട് ചെയ്ത് ഓടാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് അവരുടെ നിന്ന് എടുത്താൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഇങ്ങനെ ഫ്ലീറ്റിൽ നിന്ന് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഫ്ലീറ്റിൽ വണ്ടി തന്നെ അവരുടെ നിന്ന് ഒരു കാരണവശാലും എടുക്കാണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു ഓപ്ഷനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുക. പുതിയ വണ്ടി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് ഓടുക. അതാകുമ്പോഴത്തേക്ക് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആപ്പും നമുക്ക് ഈ പറഞ്ഞ പോലെ റാപ്പിഡോ പോലെ എല്ലാത്തിലും ഓടാം. ഓലയിലൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ചാർജും ഉണ്ട്. പിന്നെ ഞാൻ പറയാലോ, ട്രാഫിക്കാണ്, ട്രാഫിക്ക് അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ കഷ്ടപ്പാടുണ്ട്, നല്ല രീതിക്ക് കഷ്ടപ്പാടുണ്ട്. അതൊക്കെ എല്ലാ പണിക്കുള്ള പോലെ ഈ പണിക്കും ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പോലെ അല്ല. ചിലർ 3000-4000 ഒക്കെ ഡെപ്പോസിറ്റ് മേടിക്കുന്നുണ്ട് ഈ പ്ലാനിൽ. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ഇത്ര നാൾ കഴിയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയണത്. ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും ഇങ്ങനെ വണ്ടി നമുക്ക് ഡയറക്റ്റ് എടുക്കാം ഡെപ്പോസിറ്റ് കൊടുത്തിട്ട്. ചിലർ അറിയാൻ പാടില്ലാത്തവരും ഉണ്ട്. അപ്പോൾ പിന്നീടായിരിക്കും. അപ്പോൾ നമ്മൾ മിനിമം ഒരു ഡെപ്പോസിറ്റ് ഇത്ര മാസത്തേക്കാന്ന് പറയാൻ നേരത്ത് നമുക്ക് ആ ഡെപ്പോസിറ്റ് നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഫ്ലീറ്റിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടുന്നില്ല. ചിലർ ഇങ്ങനെ എടുക്കാൻ പോകാൻ നേരത്താവും ചിലരായിട്ട് പ്രശ്നമാകുന്നു, വഴക്കാവുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ട് എന്തോ ഒരു ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ആരൊക്കെ അയച്ചു തന്നിട്ടുണ്ടായി. അപ്പോൾ മാക്സിമം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കുക. ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് എടുക്കുക. നിങ്ങൾ കുറച്ച് പേരുടെ അടുത്ത് തിരക്കിയിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നണ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് എടുക്കുക. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള കമ്പനിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പിന്നെന്താ, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഈ സാലറി ബേസിൽ, കമ്മീഷൻ ബേസിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സാലറി നമുക്കൊരു 800 രൂപ 1000 രൂപ വെച്ച് തന്നെയാണെങ്കിലും അക്സെപ്റ്റിംഗ് റേറ്റിംഗ് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാലറി ബേസിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഒരുപാട് പേര് പല രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓടി കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡുമായിട്ടാണ് നിങ്ങൾ പോണതെന്നാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിൽ ലാഭം വേണം എന്നാണെങ്കിൽ ഈ പറഞ്ഞ, കാരണം നമ്മൾ പണിയെടുക്കുന്ന പൈസക്ക് എന്തെങ്കിലും ലാഭം നമുക്ക് കഷ്ടപ്പെടുന്നതിന് ഫലം ഉണ്ടാവണമെന്നാണെങ്കിൽ ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് ഓടുക. അതാണ് ഫസ്റ്റ് ഏറ്റവും ബെറ്റർ. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് ഓടാൻ പറ്റുക, അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെന്നാണെങ്കിൽ നിങ്ങൾ
ഒരു 11,000 ഒക്കെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് ഒരു 3 മാസം വർക്ക് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഓടുക. അതാകുമ്പോൾ 24 hours നമുക്ക് വണ്ടി ഉണ്ടാവും. ഇല്ലെന്നാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു ഡബിൾ ഡ്രൈവർ ഓടാൻ പറ്റുമെന്നാണെങ്കിൽ അങ്ങനെ ഓടുക. ഒരു 16 രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഡബിൾ ഡ്രൈവറിൽ ഓടാൻ പറ്റുമെന്നാണെങ്കിൽ അങ്ങനെ നോക്കുക. അപ്പോഴും നമുക്ക് കുഴപ്പമില്ല. ഒരു 7,000 സംതിങ് ഒക്കെ നമുക്ക് ഒരാളുടെ നിന്ന് ഡെപ്പോസിറ്റ് എമൗണ്ട് വരുള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ ഒട്ടും ഡെപ്പോസിറ്റ് ഇല്ല കൊടുക്കാൻ എങ്കിൽ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഈ പ്ലാൻസ് ഇപ്പോൾ ഇവർ പല രീതിക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു നല്ല രീതിക്ക് ചിലപ്പോൾ ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആയിട്ട് തോന്നി അങ്ങനെ ഡെപ്പോസിറ്റ് ഒന്നുമില്ല അങ്ങനെ റൂം എല്ലാം കൊണ്ടിട്ട് നിങ്ങൾക്ക് ലാഭമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ അത് എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നും ഒരു കമ്പനിയിൽ നിന്ന് തന്നെ പോയി എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. യൂബറോടാ മഞ്ഞൊന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ പറയണത് എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കിപ്പോൾ ബാംഗ്ലൂർ ഓടണമെങ്കിൽ ബാംഗ്ലൂർ ഓടാം, കൊച്ചിയിൽ ഓടണമെങ്കിൽ കൊച്ചിയിൽ ഓടാം, ഇപ്പോൾ ചെന്നൈയിൽ ഓടണമെങ്കിൽ ചെന്നൈയിൽ ഓടാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് ഇങ്ങനെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായി. കുറേ പേര് എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായി ഇങ്ങനെ ഇതെടുത്തിട്ട് പെട്ടുപോയി വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ തന്നെ ഇപ്പോൾ ഈ ഫ്ലീറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് 12 മണിക്കൂർ ഓടിക്കൊണ്ടിരുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വിട്ടിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഡയറക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കോൺടാക്ട് ചെയ്യിച്ചിട്ട് അവിടെ നിന്ന് പോയി എടുത്തിട്ടുണ്ടായി. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇരിക്കുന്നവർക്ക് പോലും ചിലർക്ക് ഇത് അറിയില്ലായിരുന്നെന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ അറിവിൽ നിന്നിട്ടുള്ള കാര്യങ്ങളാണ്, പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആരെയും ചീറ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ട് ചെയ്യണമില്ല. നമ്മളൊരു ഡ്രൈവർ തന്നെയാണ്, നമുക്ക് അറിയാം എത്ര കഷ്ടപ്പെട്ടിട്ട് എമൗണ്ട് ഉണ്ടാക്കണമെന്നും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കും അറിയാം. അപ്പോൾ നമ്മൾ ഒരാളെ കൊണ്ട് ഇപ്പോൾ എടുത്തണമെന്ന് ഓർത്തിട്ടോ ചതിക്കണമെന്ന് ഓർത്തിട്ടോ ചെയ്തില്ല. ഇതിപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ നടത്തണ ഇതൊന്നുമല്ല, ഇത് ഡയറക്റ്റ് നിങ്ങൾ കമ്പനിയിൽ നിന്ന് വണ്ടി എടുക്കണതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണതും നിങ്ങൾ ഒരു 5-6 പേരടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നണമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് വന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ പോയി പെടാണ്ടിരിക്കാൻ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് യൂബർ ഓടാൻ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂബർ ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. മിക്കവർക്കും തന്നെ ഇങ്ങനെ ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നവർ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക, പറയുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയോ വിട്ടുപോയെന്ന് എനിക്ക് തോന്നണം. എന്തായാലും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് സത്യമായിട്ട് എനിക്കിങ്ങനെ ഇരുന്ന് പറയണ ഭയങ്കര ഒരു നാണോ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഇരിക്കാൻ നേരത്ത് കുറേ കാര്യങ്ങൾ മറന്നൊക്കെ പോകും. അപ്പോൾ എൻ്റെ അറിവിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായി യൂസ്ഫുള്ളായി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല കമൻ്റൊക്കെ ഇടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്ക് അത്രയൊക്കെ പറയാനുള്ളത്. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.